ഹലോ ടീച്ചേഴ്സ്, നമസ്തേ. ഈ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് ഹിന്ദിക്ക് പ്രമുഖ ഗീതി നാട്യ ഓർ കാവ്യ നാടക് എന്ന ഒരു ടോപ്പിക്കാണ്. നമുക്ക് നോക്കാം. ആദ്യത്തെ രചനയാണ് കരുണാലയ്. 1912 രചനാക്കാർ ജയശങ്കർ പ്രസാദാണ്. അടുത്തത് പഞ്ചവടി പ്രസംഗാണ്. 1923 സൂര്യകാന്ത് ത്രിപാഠി നിരാല. അടുത്തത് അനഘാണ്. 1925 മൈഥിലി ശരൺ ഗുപ്താണ്. അടുത്തത് സ്വർണ വിഹാനാണ്. പ്രകാശനം ചെയ്ത വർഷം 1930 ഹരികൃഷ്ണ പ്രേമിയാണ്. അടുത്തത് മത്സ്യഗന്ധ 1937 ഉദയശങ്കർ ഭട്ട്. അടുത്തത് വിശ്വാമിത്ര 1938 ഉദയശങ്കർ ഭട്ട്. അടുത്തത് രാധ 1941 ഉദയശങ്കർ ഭട്ട്. അടുത്തത് രജത് ശിഖർ 1952 സുമിത്രാനന്ദൻ പന്ത്. അടുത്തത് ശില്പി 1952 സുമിത്രാനന്ദൻ പന്ത് തന്നെയാണ് രചനാക്കാർ. അടുത്തത് കാളിദാസ് 1953 ഉദയശങ്കർ ഭട്ടാണ്. അടുത്തത് താര ഭഗവതി ചരൺ വർമ്മ. അടുത്തത് അന്തായുഗെ ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാറുണ്ട്. 1955 ധർമ്മവീർ ഭാരതിയാണ്. അടുത്തത് ലീല 1960 മൈഥിലി ശരൺ ഗുപ്താണ്. അടുത്തത് സൂക്ക സരോവർ 1960 ഡോക്ടർ ലക്ഷ്മി നാരായൺ ലാലാണ്. അടുത്തത് ഏക് ഖണ്ഡ് വിശ്വവ്യാപി 1963 ദുഷ്യന്ത് കുമാറാണ്. അടുത്തത് അഗ്നിലീക് 1976 ഭാരത് ഭൂഷൺ അഗ്രവാളാണ്. അടുത്തത് ഉത്തർ പ്രിയദർശി സച്ചിദാനന്ദ് ഹീരാനന്ദ് വാത്സ്യായൻ അഗ്യേയാണ്. അടുത്തത് സ്നേഹിയാ സ്വർഗ് സേട്ട് ഗോവിന്ദദാസ് ആണ്. അടുത്തത് കൽപ്പാന്തർ ഗിരിജാകുമാർ മാഥുറാണ്. അടുത്തത് രംഗ് ബ്രഹ്മ ഡോക്ടർ വിനയാണ്. അടുത്തത് സൂദ്പുത്ര ചന്ദ്രശേഖറാണ്. അടുത്തത് ബാഹുബലി 1981 കുന്ദ ജെയിനാണ്. അടുത്തത് സൂർദാസ് എഴുതിയ സൂർദാസ് എന്ന പേരിൽ വീരേന്ദ്ര നാരായണൻ എഴുതിയ കൃതിയാണ്, രചനയാണ് സൂർദാസ് കേട്ടോ. അടുത്തത് സൃഷ്ടി കി സാഞ്ച് സിദ്ധനാഥ് കുമാർ എഴുതിയ സൃഷ്ടി കി സാഞ്ച്. അതുപോലെ തന്നെ ലൗ ദേവത സിദ്ധനാഥ് കുമാറിൻ്റെ രചന തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ തന്നെ മറ്റൊരു രചനയാണ് സംഘർഷ് സിദ്ധനാഥ് കുമാർ. അദ്ദേഹത്തിൻ്റെ 3 രചനകൾ പറഞ്ഞു: സൃഷ്ടി കി സാഞ്ച്, ലൗ ദേവത, സംഘർഷ് അല്ലേ. അതുപോലെ തന്നെ ഉദയശങ്കർ ഭട്ടിൻ്റെ മത്സ്യഗന്ധ, വിശ്വാമിത്ര, രാധ, അതുപോലെ തന്നെ കാളിദാസ്, ഇതൊക്കെ ആരെഴുതിയതാണ്? ഉദയശങ്കർ ഭട്ട് എഴുതിയതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കിയത് ഹിന്ദിക്ക് പ്രമുഖ ഗീതി നാട്യ ഓർ കാവ്യ നാടകമാണ്. ഇമ്പോർട്ടൻ്റ് ആണ്, ഇതൊന്ന് നോക്കി വെക്കുക. ഓക്കെ, धन्यवाद.